പാവപ്പെട്ട കർഷകരുടെ തൊഴിൽ നിഷേധിച്ചുകൊണ്ട് നെൽവയലുകൾ നികത്തുന്ന ഭൂമാഫിയകളുടെ തെറ്റായ പരിഷ്കാരങ്ങൾക്കെതിരെ ഞങ്ങൾ നടത്തുന്ന വിപ്ലവം ഈ കൊടിയിലൂടെയാണ്. തലയുയർത്തി കരമുയർത്തി പോരടിച്ചു കൊടിയുയർത്തി ഓർത്തിണക്കി കൈകളുമായി ചങ്കുതൊട്ടു നാം തലയുയർത്തി കരമുയർത്തി പോരടിച്ചു കൊടിയുയർത്തി ഓർത്തിണക്കി കൈകളുമായി ചങ്കുതൊട്ടു നാം നമ്മുടെ നാടിൻ്റെ ഓരോ വികസനവും ഈ കൊടിയിലൂടെയാണ് നമ്മൾ നേടിയത്. സഖാവ് പറഞ്ഞതുപോലെ ഈ കൊടിയുടെ ചുവട്ടിലിരുന്നാണ് നാം ഒറ്റക്കെട്ടായി ന്യായത്തിനും നീതിക്കും വേണ്ടി പോരാടിയത്. ഇനിയും ഇത് അങ്ങനെ തന്നെ ആയിരിക്കണം. ജന്മിമാർ വാഴുന്ന പഴയ കാലത്തും അവർക്ക് നേരെ ഒറ്റക്കെട്ടായി ഒരുപാട് സമരത്തിലൂടെ പോരാടിയപ്പോഴും അവിടെയും ഈ കൊടിയാണ് സഖാക്കൾ പാറിച്ചത്. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് ഒരു ഗൗരവമായ വിഷയത്തിന് തുടക്കം കുറിക്കുകയാണ്. നിങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടി ഓഫീസിന് താഴെ ഒരു പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പരാതികൾ അതിൽ നിക്ഷേപിക്കാം. ന്യായമായ കാര്യമാണെങ്കിൽ തീർച്ചയായും പരിഹരിക്കും. അല്ല സഖാവേ, ഈയിടെയായി കുറച്ച് കുട്ടി സഖാക്കൾ പൊട്ടിവളച്ചു എന്ന് കേട്ടല്ലോ. അത് വേണം. ഈ നാടിന്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി ഇങ്ങനെ ഒരു കൂട്ടം സഖാക്കൾ ഉണ്ടാവണം. അവര് മുമ്പോട്ട് വെക്കുന്ന ചില കാഴ്ചപ്പാടുകളും നിലപാടുകളും എല്ലാവർക്കും നല്ലതാ. ഈ പറഞ്ഞ തനിക്കും. മുൻകാല ചരിത്രം പരിശോധിച്ചാൽ വിപ്ലവത്തിനു വേണ്ടി സമരം നയിച്ച കാലത്തും ചെങ്കൊടിയുമായി ഒരുപാട് സഖാക്കൾ അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. സമരം അവർക്കൊരു ജീവിതമായിരുന്നു. കേട്ടില്ല മുദ്രാവാക്യം വിളി? അണിചേരാം സഖാക്കളെ, സമരമായി മുന്നോട്ട്. ഈ ചരിത്രങ്ങളെല്ലാം കേട്ട സ്ഥിതിക്ക് നിങ്ങളുടെ ഉള്ളിലും ഒരു സഖാവ് ഉണ്ടാവും. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം. ലാൽ സലാം സഖാവേ. ലാൽ സലാം സഖാവേ, ലാൽ സലാം. ഇന്നലെ പരാതിപ്പെട്ടിയിൽ നിന്ന് കിട്ടിയ കത്താണിത്. ഇതിൽ കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. നാടിനും നാട്ടാർക്കും നല്ലതു മാത്രം ചെയ്യുന്ന സഖാക്കളെ, ഞാൻ ഇന്ദു. ഇന്നു മുതൽ ഞാനില്ല എന്ന് കരുതുന്ന നിമിഷമാണിത്. ഞാൻ ക്രൂരമായി ബലാത്കാരത്തിന് ഇരയായവളാണ്. പക്ഷെ സമൂഹത്തിൽ ഇനി ആർക്കും ഇതുപോലെ ഉണ്ടാവാൻ പാടില്ല. എനിക്കും ജീവിക്കണം. എന്നെ നശിപ്പിച്ചവർക്കെതിരെ എനിക്ക് പോരാടണം, മരണം വരെ. ഇപ്പോൾ തന്നെ ഇന്ദുവിനെ കാണണം. അതെ, അവളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. ഇന്ദുവിന്റെ നീതിക്കായി പോരാടാൻ നമ്മളും ഈ നാടും നമ്മുടെ പാർട്ടി ഉണ്ടെന്ന് പറയണം. അനീതികൾക്കുമെതിരെ നാം ഒറ്റക്കെട്ടായി മുന്നിട്ട് ഇറങ്ങണം. സ്ത്രീ എന്നാൽ അമ്മയാണ്, സഹോദരിയാണ്, നല്ലൊരു ഭാര്യയും കൂടിയാണ്. അതിനാൽ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം നല്ലൊരു നാളേക്ക്. ലാൽ സലാം.
തലയുയർത്തി കരമുയർത്തി പോരടിച്ചു കൊടിയുയർത്തി ഓർത്തിണക്കി കൈകളുമായി ചങ്കുതൊട്ടു നാം